ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻഡോർഫിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്ന്. ഇന്ന് പുതിയൊരു ഹോർമോണിനെ കുറിച്ച് നമുക്ക് പഠിച്ചു കഴിഞ്ഞാലോ? ആ ഹോർമോണിൻ്റെ പേരെന്തെന്നറിയോ? ഡോപ്പമൈൻ ഹോർമോൺ. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. പക്ഷേ ഇത് റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സന്തോഷം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. അതായത് ഇന്നർ ഹാപ്പിനെസ്, നമുക്ക് എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണോ, എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് ആണോ, എന്താണെന്നറിയില്ല, നമുക്ക് ലൈഫ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാനുള്ള എല്ലാം തന്നെ ഈ ഹോർമോണുകൾ നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡോപ്പമൈൻ ഹോർമോണിനൊരു പേരുണ്ട്. എന്താണെന്നറിയോ? ഹാപ്പി ഹോർമോൺ, സന്തോഷത്തിൻ്റെ ഹോർമോൺ, റിവാർഡ് ഹോർമോൺ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോണിനെ നമുക്ക് റിലീസ് ചെയ്യിക്കുവാൻ കഴിയുന്നത്. ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പ്ലഷർ തരുന്ന കാര്യങ്ങൾ. എന്താണ് നമുക്ക് പ്ലഷർ തരുന്ന കാര്യങ്ങൾ? ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലഷർ തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്ലഷർ കിട്ടുന്നുണ്ടെങ്കിൽ അതിലൂടെ ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി പോൺ വീഡിയോസ് കാണുന്നവരെ സംബന്ധിച്ച് അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിലും ഈ ഡോപ്പമൈൻ ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ മൂവീസ് ആകട്ടെ, ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതാകട്ടെ, ഇനി ഇൻസ്റ്റന്റ് ആയിട്ടൊരു കോഫി കഴിക്കുമ്പോഴാകട്ടെ, എന്തുമാകട്ടെ, നമുക്ക് പ്ലഷർ കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടും. ഇനി രണ്ടാമത് ഇതെങ്ങനെയാണ് റിലീസ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ ആ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, സമയം സ്പെൻഡ് ചെയ്യുകയല്ല, സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡോപ്പമൈനെ നമുക്ക് റിലീസ് ചെയ്യുവാൻ കഴിയും. അതായത് ലേണിംഗ് സ്കിൽ, നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി സമയം മാറ്റി വയ്ക്കുമ്പോൾ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ കരിയർ, നമ്മുടെ പ്രൊഫഷൻ, അതിപ്പോൾ ഏതെങ്കിലും സ്പോർട്സ് മേഖലയാകാം, ആക്ടിംഗ് മേഖലയാകാം, ഇനി ഏതെങ്കിലും ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് നമ്മൾ മുൻപോട്ട് പോകുന്നവരാണെങ്കിൽ അങ്ങനെയാകാം. അതിനുവേണ്ടി നമ്മളൊരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, അതായത് ലേണിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോണിനെ നമുക്ക് റിലീസ് ചെയ്യുവാൻ കഴിയും. അപ്പോൾ രണ്ട് രീതിയിലാണ് നമുക്കിതിനെ റിലീസ് ചെയ്യുവാൻ കഴിയുന്നത്. ആദ്യത്തേത് റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അറിയോ? ഈ പ്ലഷറിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ദാഹിച്ച് നിൽക്കുമ്പോൾ ഇത് നമ്മളെ കുഴിയിൽ കൊണ്ട് ചാടിക്കും. അതായത് ഡോപ്പമൈൻ ഇങ്ങനെ കൂടി വരുമ്പോൾ ആ ഒരു പ്ലഷറിലേക്ക്, അതുകൊണ്ടാണ് ഈ മദ്യപിക്കുന്ന ആളുകൾ നിരന്തരമായിട്ടുള്ള മദ്യപാനത്തിലേക്ക്, കുഴിയിലേക്ക് ചെന്ന് ചാടുന്നത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചും അവരും ഈ കുഴിയിൽ ചെന്ന് ചാടുന്നത് എന്തുകൊണ്ടാണ്? ഈ ഡോപ്പമൈൻ അമിതമായിട്ട് റിലീസ് ചെയ്യപ്പെടുമ്പോഴാണ്. കാരണം പ്ലഷർ വേണം, നമ്മുടെ ശരീരത്തിന് പ്ലഷർ വേണം. അതിലേക്ക് ആ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മളെ കൊണ്ട് ചാടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിലോ, അതായത് നമ്മുടെ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് നമ്മളിങ്ങനെ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലോ, അത് തീർച്ചയായിട്ടും നമ്മളെ ജീവിത വിജയത്തിൻ്റെ നെറുകയിലെത്തിക്കും. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ നേരിടേണ്ടി വരും, കുറച്ച് പ്രഷർ നമുക്ക് നേരിടേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സ്കിപ്പായേക്കാം, നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പല സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷേ അതിൽ അടിയുറച്ച് നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു 90 ദിവസമെങ്കിലും ഈ ഡോപ്പമൈനിനെ കൺട്രോൾ ചെയ്ത്, അത് റിലീസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്തൊരു 90 ദിവസമെങ്കിലും നമ്മുടെ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ചെലവഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ വേറെ ലെവലായിരിക്കും. 90 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, നിങ്ങളുടെ ലൈഫിൽ മെച്ചമുണ്ടാക്കുന്ന ഈ ഒരു കാര്യത്തിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നീട് നമ്മൾ ഈ ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടുന്നത് ഈ ഒരു പർപ്പസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അതിനുവേണ്ടി നമ്മളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നീട് അത് ലൈഫ് ലോങ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിലൂടെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ എന്തെന്നില്ലാത്തൊരു ഇന്നർ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് വന്നവരെ സംബന്ധിച്ച് അതൊരു ലഹരിയായി മാറിയവരുണ്ട് അല്ലേ? മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു ഹാപ്പിനെസ് അനുഭവപ്പെടുക. എന്നാൽ ആദ്യമൊക്കെ നമുക്ക് അതിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു കണ്ടിന്യൂറ്റി കിട്ടുമ്പോൾ, ഒരു 90 ദിവസമൊക്കെ നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്തു വരികയാണെങ്കിൽ പിന്നീട് അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ അവിടെ ആക്റ്റീവ് ആകണമെങ്കിൽ, റിലീസ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഏകാഗ്രതയോടെ ഒരു കാര്യം, അതിപ്പോൾ മെഡിറ്റേഷൻ ആകാം, ഇനിയിപ്പോൾ ഏതെങ്കിലും കലാപരമായിട്ടുള്ള കാര്യങ്ങളാകാം, കായികപരമായിട്ടുള്ള കാര്യങ്ങളാകാം, നമ്മുടെ ലൈഫിനെ ടോപ്പിലേക്ക് എത്തിക്കുന്ന ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് സംഭവിക്കും? ഈ ഡോപ്പമൈൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഡോപ്പമൈൻ ഹോർമോൺ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ്. അത് നമ്മുടെ മൈൻഡ് പവർ കൂട്ടുന്നു,
നല്ല രീതിയിൽ നമുക്ക് ഉറങ്ങുവാൻ കഴിയുന്നു, എപ്പോഴും എനർജറ്റിക് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നു. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. നമുക്ക് ചുറ്റുമുള്ളവർ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഇവൻ എങ്ങനെയായിരുന്നു നേരത്തെ ഉറക്കം തൂങ്ങിയൊക്കെ നടക്കുകയായിരുന്നു, അല്ലെ ഉറക്കം തൂങ്ങി ഇരിക്കുകയായിരുന്നു, ചടഞ്ഞുകൂടി ഇരിക്കുകയായിരുന്നു, ഇപ്പൊ എന്ത് എനർജറ്റിക് ആയിട്ടാണ് അവൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവർ പറയുന്ന രീതിയിലേക്ക്, മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ സ്വഭാവവും നമ്മുടെ ആക്ടിവിറ്റീസും ഒക്കെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രവർത്തിക്കാൻ തയ്യാറാവുക. ഏകാഗ്രതയോടെ ഒരു കാര്യത്തിൽ മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, ഒരു കാര്യത്തിൽ മാത്രം ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഈ ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യപ്പെടും. അല്ലാത്ത പക്ഷം പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പിന്നെ നമ്മളെ കുഴിയിൽ കൊണ്ട് ചാടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ അതിലൊരു നെഗറ്റീവായിട്ടുള്ളൊരു വശം എന്ന് പറയുന്നത് ഈ കാമുകനും കാമുകിയുമായിട്ടുള്ള ബന്ധം അല്ലേ. ആദ്യമൊക്കെ ഡോപ്പമൈൻ നല്ല രീതിയിൽ റിലീസ് ചെയ്യപ്പെട്ട് ഇവർക്ക് പരസ്പരം പിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുക. പിന്നീട് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊസസീവ്നെസ് ഉണ്ടാവുക അല്ലേ. അവർ മറ്റുള്ളവരെ വിളിക്കാൻ പാടില്ല, നമ്മുടേതായിട്ടുള്ള പരിധി നിൽക്കണം, നമ്മൾ വിളിക്കുമ്പോഴൊക്കെ അവർ ഫോൺ എടുക്കണം, നമ്മൾ മെസ്സേജ് ഇടുന്ന ഉടനെ അവർ മെസ്സേജ് ഇട്ടിരിക്കണം. ഇതും ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വശമാണ്. ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ പൊസസീവ്നെസ്സും മറ്റു കാര്യങ്ങളൊക്കെ വരികയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ സംശയരോഗങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മുടെ പർപ്പസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് പിന്നെ ആ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോഴായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അത് ചെയ്യാതെ നമുക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ കഴിയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇനി ഈ ഡോപ്പമൈൻ കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ച്, അതിപ്പം ഈ പൊളിറ്റീഷ്യൻസിനെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആക്ടേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് അവരിലും ഇത് കാണുവാൻ കഴിയും. ഇത് അമിതമായിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് പിന്നെ ഇതില്ലാതെ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമല്ലേ, ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്താണ് ഈ കസേര ഒഴിഞ്ഞു കൊടുക്കാത്തത്, 90 വയസ്സായി 95 വയസ്സായി 100 വയസ്സായി എന്നാലും അവരിങ്ങനെ മത്സരിക്കാൻ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫോട്ടോ സെക്ഷൻ നടക്കുന്ന സമയത്ത് പോലും അവരുടെ ഉന്തും തള്ളും നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ട്രോളുകൾ ആവാറുണ്ട്. ഫ്രണ്ട്സ്, ഇതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഒരു ഘട്ടം വരെയും അവർ ആ ഒരു ലൈം ലൈറ്റിൽ നിന്നതിന് ശേഷം പെട്ടെന്ന് ഒരു വീടിനകത്തേക്ക് ചുരുങ്ങുക എന്ന് പറയുന്ന അവരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. കാരണം ഈ ഡോപ്പമൈൻ ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ജനങ്ങളുടെ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കണം. അവരെ എപ്പോഴും ഇങ്ങനെ ഫാൻസുകൾ ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം, ഫാൻസുകൾ ഇങ്ങനെ താങ്ങി നിർത്തിക്കൊണ്ടേയിരിക്കണം. ആളും അർത്ഥവും ആളും അരങ്ങുമൊന്നും ഇല്ലാത്തൊരു കാര്യത്തെ കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതും എന്തിൻ്റെ ഭാഗമാണ്? ഈ ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു ഭാഗമാണ്. എന്ന് കരുതി നമ്മളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഒരു വശം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ നല്ല രീതിയിൽ നമ്മൾ റിലീസ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കൊരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കെപ്പോഴും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഡോപ്പമൈനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൂടി പറഞ്ഞത് അല്ലെ. ഇതില്ലാതെ പിന്നെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ അല്ലെ, നെഗറ്റീവായ വേയിൽ നമുക്ക് അറിയാലോ, മദ്യം കഴിച്ച് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ജന്മന കുടിയനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. പക്ഷേ ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം അത് സേവിച്ച് വന്നപ്പോൾ അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തി. അപ്പോൾ അത് വീണ്ടും വേണമെന്നുള്ള ആ ഒരു അഭിനിവേശമുണ്ടല്ലോ, അത് അദ്ദേഹത്തെ കുഴിയിൽ കൊണ്ടു ചാടിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളിതിനെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ഇംബാലൻസ് ചെയ്യപ്പെട്ടു പോകാതെ കറക്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വേയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും. നമുക്ക് ഒരു എന്തെന്നില്ലാത്തൊരു ഇന്നർ ഹാപ്പിനെസ്, ഒരു എനർജി, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത 90 ദിവസത്തേക്ക് നിങ്ങളിത് ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുക്കുക. ഈ നിമിഷം തന്നെ തുടങ്ങി വയ്ക്കുക. തീർച്ചയായിട്ടും വലിയൊരു വിജയം നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു മാസ്റ്ററായി തീരുവാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഘടകമാണ് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ.